എൻ്റെ പേര് സേതുകുമാർ എന്നാണ്. ഞാൻ ചേർത്തലയിൽ വെട്ടയ്ക്കൽ പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു. ആദ്യം തന്നെ എൻ്റെ ദൈവമാതാവിനും തിരുക്കുമാരനും പരിശുദ്ധാത്മാവിനും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എനിക്ക് ഈ വേദിയിൽ ഇവിടെ നിൽക്കാൻ അവസരം ഉണ്ടാക്കി തന്ന ആ ദൈവമാതാവും ഈശോയും പരിശുദ്ധാത്മാവുമാണ്, അല്ലാണ്ട് വേറെ ആരുമില്ല. കാര്യം, ഞാൻ ഈ സന്നിധിയിൽ വരാൻ ആദ്യം ഉണ്ടായ കാര്യം, എൻ്റെ മോളുടെ പുത്രൻ 2.5 വയസ്സാകുന്നവരെയും അവൻ എന്തെങ്കിലും ആഹാരം വേണമെങ്കിലോ കരയുകയല്ലാണ്ട് വേറെ ഒന്നും പറയത്തില്ല. എൻ്റെ മോൾക്കും മരുമോനും ആകെ ബുദ്ധിമുട്ടായി. അവർ ഗുജറാത്തിലാണ്. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ അവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. എന്നിട്ടും ഒന്നും ആയില്ല. അന്നേരം എന്നോട് പറഞ്ഞ്, അച്ഛനൊരു കാര്യം ചെയ്യാമോ, കൃപാസനത്തിൽ പോയി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു ഉടമ്പടി എടുത്ത് പോരാമോ എന്ന്. ഞാനിവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും ഉടമ്പടി എടുത്തു, വീട്ടിൽ പോയി. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ മുടങ്ങാണ്ട് എല്ലാ പ്രാർത്ഥനകളും ചെയ്യുന്നുണ്ട്, ജപമാല ചെല്ലുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇരുന്ന് ഒരു 2ാമത്തെ പുതുക്കലിന് ഞാനിവിടെ വന്നപ്പോഴാണ്, അന്ന് ഒരു ആഗസ്റ്റ് 14 തീയതി ഞാനിവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് ഇവിടെ നിന്ന് പറഞ്ഞു, മാതാവേ, ഇന്ന് വരെ എൻ്റെ പേരക്കുട്ടി ഒന്ന് സംസാരിക്കുന്ന പോലും ഇല്ല. ഇത്രയും സങ്കടം വരാൻ വേണ്ടി ഞാൻ എന്താ പാവാണ് മാതാവേ ഞാൻ ചെയ്തതെന്ന് ചോദിച്ചു. അന്ന് ഞാൻ അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞ് മധ്യസ്ഥീകരണ പ്രാർത്ഥന ചൊല്ലി സായാഹ്ന പ്രാർത്ഥന ചൊല്ലി ഇരിക്കുമ്പോൾ എൻ്റെ മോളുടെ ഒരു ഫോൺ കോൾ. അച്ഛാ, കൊച്ചുമോൻ സംസാരിച്ച്. ഞാൻ ചോദിച്ചു, എന്ത് സംസാരിച്ച്? ഇവിടെ പറഞ്ഞത്, അച്ഛാ എനിക്ക് വിശക്കണമെന്ന് അവൻ പറയുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു എൻ്റെ മോള്. അന്നേരം പറഞ്ഞ്, എനിക്ക് പാല് വേണം അമ്മയെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ഇത്രയും നിന്ന് സഹായിച്ച എൻ്റെ മാതാവിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. ഈശോയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. കാര്യം, വിളിച്ച് ചൊല്ലിയാൽ എൻ്റെ മാതാവും ഈശോയും തിരുക്കുമാരനും എല്ലാവരും എൻ്റെ പറ്റുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നും ഉടൻ തന്നെ അടുത്ത ഞായറാഴ്ച ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഞാനിത് പറഞ്ഞു. അങ്ങനെ ആ ഒരു അനുഭവം എനിക്ക് തന്നതിന് ശേഷം 2ാമത് കൊറോണ സമയത്തിന് മുമ്പ് ഞാൻ ഒരു ലോൺ എടുത്തിരുന്നു എൻ്റെ മോളുടെ വിവാഹത്തിന് വേണ്ടി. 5 ലക്ഷം രൂപയായിരുന്നു. പക്ഷേ കൊറോണ വന്നപ്പോൾ എൻ്റെ ജോലി പോയി തരണം. എനിക്ക് മൊറട്ടോറിയത്തിലും എനിക്ക് അവരൊരു ഇളവ് തന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും? ബാങ്ക് മാനേജറെ കണ്ട് ഞാൻ കാര്യം പറഞ്ഞു. മാനേജർ പറഞ്ഞ്, അങ്ങനെയൊന്നും തരാൻ പറ്റത്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പണിയില്ലാണ്ട് ഞാൻ എങ്ങനെ കാശടക്കും? അവസാനം യാതൊരു വിധവും ഇല്ലാണ്ട് വന്ന് ഒരു ചെറിയൊരു പണി കിട്ടി. എന്നാലും എനിക്ക് വീട്ടിലെ കാര്യങ്ങളുമായിട്ട് അനുഷ്ഠിച്ച് ജീവിച്ചു പോകാൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പോൾ വീണ്ടും മുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവർ ജപ്തി നടപടികളുമായിട്ട് വീട്ടിൽ വന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ ഒരു താൽക്കാലിക ജോലി കിട്ടിയവരടുത്ത് ഞാൻ നിൽക്കുകയാണ്. അന്നേരമാണ് എനിക്ക് ജപ്തി നടപടിയാണെന്നും പറഞ്ഞിട്ട് വന്ന് ബാങ്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. എൻ്റെ വൈഫും എന്നോട് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ ആകെ ഇതായി. ഒന്നാമത്തെ നാണക്കേട്, 2ാമത്തെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് ആകെ ബുദ്ധിമുട്ടാവില്ല. ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങിപ്പോകും? എനിക്ക് ഒരു മോളുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി എങ്ങോട്ട് ഇറങ്ങാനാണ്? ആരുടെയും വീട്ടിൽ പോകാൻ ഒരു ഇടം പോലും ഇല്ല. അവസാനം ഞാൻ അവിടെ നിന്നുണ്ട് മധ്യസ്ഥീകരണ പ്രാർത്ഥനയും ജപമാലയും ഞാൻ ആ സൈറ്റിൽ നിന്നുകൊണ്ട് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർവൈസറായിരുന്നു ഞാനവിടെ. എല്ലാം ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ചൊല്ലി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന ബാങ്ക് മാനേജരും ബാക്കിയുള്ള ക്ലർക്കുകാരും എല്ലാവരും കൂടി എന്നോട് വൈഫിനോട് പറഞ്ഞു, സഹോദരി പേടിക്കണ്ട, 1 മാസം ഞങ്ങൾ തരാം. പെട്ടെന്ന് അവർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ ആൾ, ഞാൻ ഈ മധ്യസ്ഥീകരണ പ്രാർത്ഥനയും ബാക്കി ജപമാലയും മുടങ്ങാണ്ട് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇപ്പം എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ തങ്കിൽ നിന്ന് രക്തമാണ് ഒഴുകുന്നത്. ആ രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ വിളിച്ചിട്ട് പറയാണ്, അവളല്ല മാനേജരെ വിളിച്ചിട്ട് പറയുന്നത്, ഇന്നുപോലെ സാറേ, ഇന്നുപോലെ 1 മാസത്തെ അവധി വൈഫിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുറച്ചൊരു എമൗണ്ട് അടച്ചിട്ട് ബാക്കിയുള്ള ഒരു 3.5 ലക്ഷം രൂപ നിങ്ങൾ കൊണ്ടുവന്ന് അടച്ചാൽ മതി. ഒരു മാസം അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 90 ദിവസം 30 ദിവസം കൂടി ഞങ്ങൾ തരാം. 40 ദിവസമേ 20 ദിവസമേ തരുള്ളൂ. സാറിനായതുകൊണ്ട് ഒരു 30 ദിവസം തരാമെന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വന്ന് ഇത് കഴിഞ്ഞ് പൈസ ആണെങ്കിൽ കയ്യിലില്ല അടക്കാൻ. എന്താ ഒരു വഴിയെന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വ്യക്തിയോട് ഞാനിത് ചോദിച്ചപ്പോൾ വ്യക്തി പറഞ്ഞ്, കാശൊന്നുമില്ല ചേട്ടാ, പിന്നെ ഇങ്ങനെയൊക്കെ എന്ന് പറയുക ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ഓർത്തു, ദൈവം ഇതിനി എന്ത് ചെയ്യും? മാതാവ് ഇങ്ങനെ ഒരു വഴി കാണിച്ചു തന്നുവെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ മാതാവ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അയൽവാസിയായ ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു, 2 ലക്ഷം രൂപ പലിശയ്ക്ക് തരാം, തുച്ഛമായ പലിശയ്ക്ക്, നിങ്ങളുടെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞു.
ദൈവമേ, മാതാവാണ് എനിക്ക് ഇത് കാണിച്ചു തന്നതെന്ന് പറഞ്ഞു. അന്ന് വന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ എൻ്റെ കണ്ണീരല്ല വന്ന ചോരയാണ് വരുന്നത്. അത്ര ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. ഇത് കേട്ട് കഴിഞ്ഞ് എൻ്റെ വൈഫിനോട് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞു. തന്ന് ആ പൈസ കൊണ്ട് അടച്ച് അവിടുന്ന് ബാങ്കിൽ നിന്ന് പ്രമാണം കിട്ടുന്നത് 1 മാസം കൂടി ഡിലേ ആയി കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. അതിൻ്റെ ഇത് വന്ന് 1 മാസം ഡിലേ കഴിഞ്ഞപ്പോൾ അവർ പ്രമാണം തിരിച്ച് തരികയും ചെയ്തു. അതിൽ നിന്ന് റിക്കവറി ആകുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് മൂന്നാമത് എൻ്റെ ഇളയ മോള് MCAക്ക് 4th സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 27,000 രൂപ അടക്കണം. ഇത്രയും പൈസ അടച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലാണ് 10 പൈസ പോലും എൻ്റെ കയ്യിലില്ല. ആ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും? സ്വന്തക്കാരുണ്ടെങ്കിലും ചോദിച്ചാൽ കിട്ടത്തില്ല. ഉള്ള കാര്യം തെളിച്ചു പറയാം, കിട്ടത്തില്ല. എല്ലാവരും സ്വന്തം കാര്യങ്ങൾ നോക്കുന്നവരാണ്. ആരെങ്കിലും തരുന്നെങ്കിൽ അന്യരും അതേപോലെ തന്നെ ദയാലുക്കളുമായിട്ടുള്ള ആരെങ്കിലും തന്നാൽ തന്നെയാണെങ്കിലും എത്രയും തരാനില്ല. മോള് പറഞ്ഞ് ഇനി അടുത്ത വർഷം എഴുതാം അച്ഛാ എന്നൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ മധ്യസ്ഥീകരണ പ്രാർത്ഥനയല്ലി കുരിശ് വരച്ച് പ്രാർത്ഥന എല്ലിയിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവ് കാണിച്ചെന്ന ഒരാളുടെ രൂപം ഒന്ന് ഫോണിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുന്നു. നല്ല മഴ. ഞാൻ വിളിച്ച്, മോനെ, എന്നെക്കാളും പ്രായം കുറവാണ്, മോനെ കാശ് വല്ലതും ഇരിപ്പുണ്ട്, എനിക്ക് ഇച്ചിരി പൈസ വേണമായിരുന്നു. എത്ര രൂപയാണ് ഏട്ടന് വേണ്ടത്? ഉടനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊരു 27,000 രൂപ വേണമായിരുന്നു, മോളുടെ സെമസ്റ്റർ ഫീ അടക്കാനാണ്. ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച എക്സാം കൂടിയാണ്, എക്സാം ഫീ അടച്ചായിരുന്നു നേരത്തെ, ഇതടക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ശരി, ഇപ്പം വേണം അതാ നാളെ രാവിലെ വേണം. എൻ്റെ ദൈവം, അതാവേ ഇതിന് ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ചെന്ന് അവൻ വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് 27,000 രൂപ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട്, എൻ്റെ കയ്യിലല്ല, ഫോണിലേക്ക് ഫോൺ പേ ചെയ്ത് തന്നു കഴിഞ്ഞ് കൊച്ചു പിറ്റേ ദിവസം കോളേജിൽ പോയി ഇതടച്ച് മോൾക്ക് സന്തോഷമായി, പാസ്സായി. ഇത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മോളുടെ 4th സെമ്മുമായി. 4th സെമ്മിൻ്റെ പൈസ നമ്മൾ മുൻകൂട്ടി ഇച്ചിരി കണ്ടുണ്ട്, ഒരു ചെറിയ ചിട്ടി ഉണ്ടായിരുന്നതിൽ നിന്ന് പിടിച്ച് അതൊക്കെ അടച്ച് ഒരു ഇതാക്കി എടുത്തു കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ IT കമ്പനികളിലേക്ക് കുറേ ആപ്ലിക്കേഷൻ വിട്ടിട്ടും ഒന്നും കിട്ടിയില്ല. ഇന്നുവരെയും കിട്ടിയിട്ടില്ല. വിട്ടവർക്ക് ആർക്കും ഇന്നുവരെയും കിട്ടിയില്ല ഈ ഇതിൽ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് പിന്നെ ഒരു സ്റ്റുഡൻറ്റ് മോളുടെ കൂട്ടുകാരി എന്നെ പറഞ്ഞ്, എടോ ഇന്ന പോലെ ഒരു സ്കൂളിൽ ഒരു അധ്യാപികയുടെ ഒരു വേക്കൻ്റ് ഉണ്ട്, പ്രൈവറ്റ് സ്കൂളാണ്, ഗോകുലം ഗോപാലിൻ്റെ വളമംഗലത്തുള്ള ഒരു സ്കൂളാണ്, തുറവൂർ കിഴക്കുവശമുള്ള. അപ്പോൾ മോളൊന്ന് അതിന് ആപ്ലിക്കേഷൻ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ വിട്ടു. അന്ന് തന്നെ പ്രിൻസിപ്പൾ അത് ഓപ്പൺ ആക്കി. ശരി, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ഇൻ്റർവ്യൂ വെച്ച് കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കാര്യവും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം മോളിലേക്ക് ഞാൻ പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞ്, മോളെ, മാതാവിൻ്റെ ഉപ്പും ഞാൻ എണ്ണ കൊണ്ട് കുരിശ് വരച്ച് ഉപ്പും കൊടുത്തിട്ട് ഞാൻ ജോലിക്ക് പോയി. മോളും എൻ്റെ വൈഫും കൂടി അവിടെ പോയി. 8 പേരോ 9 പേരോ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്. 4ാമത്തെ ആളായിട്ട് മോളെ വിളിച്ചു, എല്ലാം ചോദിച്ച് പെർഫോമൻസും എല്ലാം കണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞ് ക്ലാസ് എടുത്തു. അവർ പറയുന്ന വിഷയത്തിന് ക്ലാസ് എടുത്തു. 2.5 മണിക്കൂർ എടുക്കണമെന്ന് പറഞ്ഞെടുത്ത് 1.5 മണിക്കൂറായപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, പോവാം, ഓഫീസിലേക്ക് പോവാം. അപ്പോൾ ഓഫീസിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നാളെ ജോയിൻ ചെയ്യാൻ പറ്റുമോയെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ എൻ്റെ സൈറ്റിൽ ഇരുന്നുണ്ട്, മധ്യസ്ഥീകരണ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്, ജവമാലയും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് സൈറ്റിൽ. ഓരോ ആൾക്കാർ നോക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വേണമല്ലോ നിൽക്കാൻ. അവിടെ പോയിരുന്നിട്ട് ഞാനിത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് അതിശയമെന്നറിയില്ല. 3 മണിയായപ്പോൾ ഞാൻ വൈഫിനെ വിളിച്ച്, എൻ്റെ വല്ല അറിയാമോ, ഓക്കെ ആണെന്ന് പറഞ്ഞു. അതും എൻ്റെ ഈ ദൈവമാതാവും തിരുക്കുമാരനും കൂടി എനിക്ക് ഒപ്പിച്ച് തന്ന, എൻ്റെ മകൾക്ക് ഒപ്പിച്ച് തന്നതാണ്. ഇതിന് ശേഷം പിന്നെ എൻ്റെ മോള് ഡിഗ്രി ഫിസിക്സ് ആയിരുന്നു, BSc, മൂത്ത മോള് ഫിസിക്സ് പാസ്സായി. അന്നേരമാണ് മോളുടെ മാരേജ് കഴിഞ്ഞ് മോൻ ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾക്ക് മെഡിക്കൽ കോഡിങ് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമായി. മെഡിക്കൽ കോഡിങ്, കേരള യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ കോഡിങ് പഠിക്കാൻ വേണ്ടി അവൾ ഓൺലൈനായിട്ട് ഗുജറാത്തിലിരുന്ന് പഠിച്ചതിന് ശേഷം അവിടെ നിന്ന് പിന്നെ ഇതിൻ്റെ എക്സാം എഴുതിയിട്ട് യാതൊരുവിധ ഇതും കിട്ടുന്നില്ല. അവസാനം ഞാൻ ഇവിടെ ഈ സന്നിധിയിൽ വന്ന് എന്ന് വെച്ച് ഞാൻ പറഞ്ഞ്, മാതാവേ, ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, മാതാവേ, എൻ്റെ മോള് പരീക്ഷ എഴുതിയിരിക്കുകയാണ്, അവളെ പാസ്സാക്കി തന്നെ ദൈവമാതെന്ന്. ജസ്റ്റ് ഞാനിപ്പോൾ അച്ഛനോടുകൂടി പറയാത്തൊരു കാര്യമാണ് ഇപ്പോൾ പറയാൻ. പെട്ടെന്ന് ഇവിടുത്തെ ലൈറ്റ് എല്ലാം മിന്നുകയും പെട്ടെന്ന് തെളിയുകയും ചെയ്തു. അത്
ഞാൻ വിശ്വസിച്ചു. ഞാനിവിടെ വെച്ച് മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് സമ്മതിച്ചു എന്ന് ഉദ്ദേശിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് മാതാവെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു 11-ാം തീയതിയാണ് ഞാനിവിടെ വന്നത്. അടുത്ത 15-നുള്ളിൽ റിസൾട്ട്, എൻ്റെ മോളുടെ റിസൾട്ട് തന്നെ എന്ന് പറഞ്ഞു. 11 കഴിഞ്ഞു, 12 കഴിഞ്ഞിട്ട് ഒന്നും കാണുന്നില്ല. ഒരു സങ്കടമായി എനിക്ക്. എന്നാലും ഞാൻ ഇതിൽ നിന്ന് മുറുകെ പിടിച്ച് വിട്ടില്ല. പക്ഷേ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, A+ ഗ്രേഡുള്ള സർട്ടിഫിക്കറ്റ് 13-ാം തീയതി വീട്ടിൽ രജിസ്റ്റേർഡായിട്ട് എത്തി. അതുമേലെ ഡെലിവറി ഡേറ്റ് നോക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത് 3-ാം തീയതി മാതാവ് അവിടുന്ന് വിട്ടതാ. ഞാൻ 11-ാം തീയതി പറഞ്ഞു, മാതാവ് 3-ാം തീയതി അത് വിട്ട് ഇവിടെ പോസ്റ്റലിൻ്റെ ഇതൊക്കെ കൊണ്ട് 13-ാം തീയതിയാണ് ഇവിടെ വന്നത്. ഞാൻ 11-ാം തീയതി മാതാവിനോട് പറഞ്ഞിട്ട്, പക്ഷേ അതും ഈ മാതാവ് ഈശോയും എനിക്ക് തന്ന ഒരു ഇതാണ്. അത് എൻ്റെ കുടുംബത്തിനും എനിക്ക് വേണ്ടി തന്നു. അതേപോലെ തന്നെ എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി നഷ്ടപ്പെട്ടായിരുന്നു. ഒരു സൂപ്പർവൈസറായിട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കൂടി ഉണ്ടായിരുന്നു. അവിടുത്തെ വരവ് കുറവാണെന്നും പറയാണ്ട് മാനേജ്മെൻറ്റ് അത് നിർത്തി. ഒരു രാത്രി ഞാൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് പോരുമ്പോൾ പറയും, നാളെ ലീവ്, ഇനി ഞങ്ങൾ അറിയിച്ചിട്ട് വന്നാൽ മതി എന്ന് ഞാൻ ഉൾപ്പെടെ 5 പേരെ പറഞ്ഞു വിട്ടു. ഒരു വീട്ടിലെ തുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹനാഥന് ജോലി ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താണ്? വീട്ടിൽ വന്ന് ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ എന്താണ് ഷീന മുഖമൊക്കെ ഇതായിട്ടിരിക്കുന്നത്? ഞാൻ പറയും, ഇന്ന പോലെയാണ് കാരണം, അത് കാരണം ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. വീട്ടിൽ ഇരുന്നുണ്ട് മധ്യസ്ഥീകരണ പ്രാർത്ഥനയും ജവമാലയും ചൊല്ലിക്കൊണ്ടിരുന്ന് ആരോടും ഞാൻ പറഞ്ഞില്ല. വേറൊരുത്തൻ എൻ്റെ വർക്ക് കണ്ടിരുന്ന ഒരുത്തൻ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ചേട്ടൻ രാവിലെ എൻ്റെ സൈറ്റിലേക്ക് വന്നേരി, എൻ്റെ മില്ലിലേക്ക് വന്നേരി, ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്ത് പോകാനുണ്ടെന്ന്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് 5-6 സൈറ്റുണ്ട്. ലൈഫിൻ്റെ 2-3 സൈറ്റുണ്ട്, വേറെ 2-3 സൈറ്റുണ്ട്. ചേട്ടൻ സൂപ്പർവൈസറായിട്ട് നിന്നോ എന്ന് പറഞ്ഞു. അവിടെ കിട്ടിയിരുന്ന ശമ്പളത്തേക്കാളും കൂടുതൽ ശമ്പളത്തിൽ എനിക്ക് അവിടെ ജോലി കിട്ടി. അതും എൻ്റെ ദൈവമാതാവും തിരുക്കുമാരൻ്റെയും ഒരേ ഒരു കഴിവാണ്. എൻ്റെ ഒരു മഹിമയല്ല, അത് മാതാവും കുമാരനും തന്നതാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഗുജറാത്തിലുള്ള എൻ്റെ മോള്, ഈ മോൻ ഇത് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം 1 മാസമായിട്ടുണ്ട്. അന്നേരമാണ് എൻ്റെ മോള് രാത്രി, മോന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും, പോകുന്നതുകൊണ്ട് മോളും മോനും കൂടി മാത്രമേ അവിടെ ഉള്ളൂ, ആ വീട്ടിലുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 10-11 മണി വരെ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ മോൾ കിടക്കും. അന്നേരം എന്നെ വിളിച്ച് കിടന്ന് ഒരു 12 മണിയപ്പോൾ എന്നെ വിളിച്ചിട്ട്, അച്ഛാ എനിക്ക് പേടി പോലെ തോന്നിയെങ്കിലും മാറിയത് പേടി. ഞാൻ ചോദിച്ചു, എന്താ മോനെ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അച്ഛൻ ഇവിടെ മുറി നിറച്ച് മുല്ലപ്പൂവിൻ്റെ മണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോളും ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് പിന്നെ ഇവിടെ വന്ന് ഇപ്പോൾ പുതുക്കി 2 മുല്ലപ്പൂവിൻ്റെ സുഗന്ധമുണ്ട്. അത് കാരണം ഞാൻ പറയും, മാതാവല്ലേ അടുത്ത് വന്നിരിക്കണത്, എൻ്റെ ദൈവമേ, ഞാൻ കുഞ്ഞിനെ കെട്ടിപ്പിടി, ഞാൻ പറഞ്ഞ്, മാതാവ് നിന്നെയും കൊച്ചിനെയും അവനെയും കാണാൻ വേണ്ടി വന്നതാണ്, നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ മാതാവ് വന്നെന്ന് പറഞ്ഞ് ഇതേപോലൊരു സുഗന്ധം കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇന്ന് വരെ ഒരു സുഗന്ധം കിട്ടിയിട്ടില്ല. ഞാൻ ഇത്രയും ചെയ്തിട്ടെങ്കിൽ എനിക്കൊരു സുഗന്ധം കിട്ടിയില്ല. എൻ്റെ മോക്കും കൊച്ചിനും കിട്ടിയല്ല, അത് തന്നെ ധാരാളം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പത്രം വാങ്ങിച്ച്, ഞാൻ ഇവിടുന്ന് കൃപാസനം പത്രം ഞാൻ വാങ്ങിച്ചിട്ട് ആശുപത്രികളിൽ മാതാവിൻ്റെ പരിശുദ്ധാത്മാവിനെയും തിരുക്കുമാരനെയും ധ്യാനിച്ചുകൊണ്ട് ഞാനത് പത്രം രോഗികൾക്ക് വിശേഷം തിരക്കി ഞാൻ കൊടുക്കുക പതിവാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊന്ന് ചേർത്തല ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മധ്യവയസ്കനായ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞ്, ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെ പറയരുത്, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട്. എന്താ നിങ്ങളുടെ അനുഭവം എന്താണ്? അപ്പോൾ ഞാൻ ഇത്രയും നിങ്ങളോട് ഇത്രയും കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഉടനെ എനിക്ക് തന്നേരെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ അസുഖം എന്താ? എനിക്ക് വലിവാണ്. ചേട്ടൻ ഇത് വായിച്ചിട്ട് ചേട്ടൻ എൻ്റെ കൂട്ടത്തിൽ വരാൻ പറ്റുമെങ്കിൽ ഇവിടെ വന്ന് ചേട്ടനത് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മോക്ഷം കിട്ടും, പ്രാപ്തി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ എൻ്റെ ഒരു വൈഫിൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. എൻ്റെ പെങ്ങളെയും കൊണ്ടുവന്ന് ഇവിടെ ഉടമ്പടി എടുപ്പിച്ചു. പെങ്ങളുടെ മകന് വിവാഹം നടക്കാതിരുന്നതായിരുന്നു. 34 വയസ്സുണ്ട്, ആളിന് ജോലിയൊക്കെ ഉണ്ട്, കാണാനൊക്കെ കൊള്ളാം, ഇതുവരെ നടക്കാതിരുന്നതാണ്. ഇത് കഴിഞ്ഞ ആഴ്ച കല്യാണവും നടന്നു. അപ്പോൾ ഇത്രയും തന്ന് സഹായിച്ച എൻ്റെ ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നെക്കൊണ്ട് കഴിയാവുന്നതുപോലെ ആശുപത്രിയിൽ ഇരിക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുകയും എന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഭക്ഷണം കൊടുക്കും. അവർ പറയും, ചേട്ടാ ചായ കുടിക്കാൻ കാശില്ല, അല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ കാശില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പോക്കറ്റിലുള്ളത്, നമ്മൾ വാരിച്ചല്ല കൊടുക്കണം, പോക്കറ്റിലുള്ളത് ചേട്ടാ ഇതേ ഉള്ളൂ, ചേട്ടൻ ഇതെങ്കിലും
ഇത് എൻ്റെ സന്തോഷത്തിൽ വായിക്കാം. ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ തങ്കി ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഒരു അമ്മച്ചി വയറ്റിലേന്ന് വരുന്നതാണ്, ജോലിക്ക് വരുന്നതാണ്, ഇവിടെ ഒരു സ്കൂളിൽ വന്ന ഡെയിലി 100 രൂപ കിട്ടുള്ളൂ ആ ചേച്ചിക്ക്. വയറ്റിലേന്ന് വന്നതാണ്. ആ ചേച്ചി എന്നോട് കരഞ്ഞു പറഞ്ഞു. എൻ്റെ അടുക്ക് അന്നേരം ഉണ്ടായിരുന്ന പൈസ ഒരു 50 രൂപയാണ് ഞാൻ കൊടുത്തത്. ഇപ്പോൾ നാണമില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളുണ്ടെല്ലാം ഉദ്ദേശിച്ച് എൻ്റെ അടുക്ക് കാശ് കുറച്ചായിരുന്നു. അത് കാരണം ഞാൻ 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതങ്ങോട്ട് എടുത്തു കൊടുത്തു. ഞാൻ ഒരു 2 മാസമായിട്ട് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. കാലിനൊരു ഒടിവ് സംഭവിച്ചായിരുന്നു. അങ്ങനെ ഇതും പറഞ്ഞിട്ട് എനിക്ക് മാതാവിൻ്റെ മുന്നിലും തിരുക്കുമാരൻ്റെ മുന്നിലും ഇത് പറഞ്ഞതിന് ശേഷം എനിക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ഒരൊറ്റ ഇതിൽ മാതാവിന് സ്തുതി, ഈശോയ്ക്ക് സ്തുതി, പരിശുദ്ധാത്മാവിന് സ്തുതി.